ഹായ്, എൻ്റെ പേര് ഗായത്രി. ഞാൻ 2019 RRB എക്സാമിലാണ് റെയിൽവേയിൽ ജോയിൻ ചെയ്തത്. ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്നത് മാർച്ചിലായിരുന്നു. ജൂലൈയിലെ എക്സാം ഉണ്ടായിരുന്നു. പിന്നെ സെപ്റ്റംബർ ആയപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കലും ഏകദേശം ഒരു ഡിസംബറൊക്കെ ആയപ്പോൾ മിക്കയിടത്തും പോസ്റ്റിംഗ് ആയി. ബട്ട് ഈ ഒരു ഡിവിഷനിൽ മാത്രമാണ് കുറച്ച് ഡിലേ ആയത്. നമ്മൾ ഫെബ്രുവരി ആയപ്പോഴാണ് ജോയിനിങ് ആയത്. ഏകദേശം ഒരു 35 പേരാണ് ഒരുമിച്ച് ജോയിനിങ് ആയത്. അതിൽ ഏറ്റവും കൂടുതൽ രാജസ്ഥാൻകാരായിരുന്നു. ഞങ്ങൾ കുറച്ച് പേരാണ് ഗേൾസ് ഉള്ളത്. പിന്നെ 35 പേരിൽ നിന്ന് അത് ആദ്യ ഫസ്റ്റ് ജോയിനിങ്, അതിനുശേഷം വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു 15-20ഓളം പേര്. അതും വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റലാണ്. ഞാൻ അപ്ലൈ ചെയ്ത് ഈസ്റ്റേൺ റെയിൽവേയിലേക്കായിരുന്നു. അതിൽ സിയാൽദ ഡിവിഷനിൽ BR സിംഗ് ഹോസ്പിറ്റലാണ് എനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. അത് കൂടാതെ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല സിയാൽദ എന്ന് പറയുന്നൊരു സ്ഥലത്തെ കുറിച്ച്. മെയിൻലി വെസ്റ്റ് ബംഗാളിൽ നിന്ന് കേൾക്കുമ്പോൾ ഹൗറ എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഹൗറയിലൊരു ഓർത്തോപീഡിക് ഹോസ്പിറ്റലാണ്. ഇതാണ് മെയിൻ സ്റ്റേഷൻ വന്നിട്ട് സിയാൽദയിലും BR സിംഗ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹൗറയിൽ ഉള്ളത് ഓർത്തോപീഡിക് കേസുകൾ മാത്രമേ നടക്കുള്ളൂ. ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. പിന്നെ ഡ്യൂട്ടി അവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 8 hours ഡ്യൂട്ടി. 7 to 3, 3 to 9, പിന്നെ 9 to 7 ആണ്. നൈറ്റ് വന്നിട്ട് 10 hours ഉള്ളത്. ഇവിടെ വന്നിട്ട് ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. അതായത് മൺഡേ ഇപ്പോൾ എനിക്ക് മൺഡേ ആണ് റെസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പം മൺഡേ കഴിഞ്ഞിട്ട് ട്യൂസ്ഡേ വെനസ്ഡേ മോർണിംഗ് ഡ്യൂട്ടി ആയിരിക്കും. ട്യൂസ്ഡേ വെനസ്ഡേ ഈവനിങ്ങും തേഴ്സ്ഡേ ഫ്രൈഡേ എന്ന് പറയുന്നത് മോർണിംഗ് ഡ്യൂട്ടി, സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത് നൈറ്റ് ഡ്യൂട്ടി. ഇങ്ങനെയാണ് ഷിഫ്റ്റ്, അതായത് നമ്മളുടെ ഷിഫ്റ്റ് വരുന്നതെന്ന് പറയുന്നത്. അതിൽ എല്ലാവർക്കും പല പല ദിവസമായിരിക്കും റെസ്റ്റ് വരുന്നത്. അത് നമ്മൾ ആ റെസ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആ ഒരു ദിവസം തന്നെയായിരിക്കും. കാരണം എല്ലാവർക്കും ഒരേപോലെ ഡ്യൂട്ടി കിട്ടാനും ഒരേ ഡ്യൂട്ടി അവേഴ്സ് കിട്ടാനും പിന്നെ 48 hours ഡ്യൂട്ടി എന്നുള്ള ആ ഒരു ഇത് റൂൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടും വീക്ക്ലി അതും പിന്നെ ഓഫ് എന്ന് പറയുന്നത് അതാത് മാസത്തെ ഓഫ് അതാത് മാസം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ മെയിൻലി ബംഗാളി ഭാഷയാണ് സംസാരിക്കുന്നത്, ഹിന്ദിയും സംസാരിക്കും. അപ്പം കൂടുതൽ ആൾക്കാർ ഇവിടെ ബംഗാളി ഭാഷയാണ് സംസാരിക്കുന്നത്. മോസ്റ്റ്ലി മെയിൽ വാർഡുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹിന്ദി സംസാരിച്ചാൽ മനസ്സിലാകും. അങ്ങനെ മനസ്സിലാവാതിരിക്കലൊന്നുമില്ല. എനിക്ക് പറഞ്ഞ കണക്ക് രണ്ടും അറിയില്ലായിരുന്നു. ഞാനിവിടെ വന്നിട്ടാണ് പഠിച്ചത്. അപ്പോൾ ബംഗാളി കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഹിന്ദിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ബംഗാളി കുറച്ചൊക്കെ സംസാരിക്കാനായിട്ട് ഇപ്പോൾ പഠിച്ചു. എന്നാലും നന്നായിട്ടൊന്നും സംസാരിക്കില്ല, എന്നാലും മനസ്സിലാവും. നന്നായിട്ട് പറയുന്നതൊക്കെ മനസ്സിലാവുന്ന അങ്ങനെയാണ്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ക്വാർട്ടേഴ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ ക്വാർട്ടേഴ്സ് കിട്ടാനായിട്ട് അത്ര വലിയ അടിയൊന്നുമില്ല. കാരണം അത്യാവശ്യം ക്വാർട്ടേഴ്സ് വേക്കൻ്റ് ആണ്. അതുമല്ല ആർക്കും വേണ്ട ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഒരു 7, 8, 9 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ കണക്ക് 2 BHKയുടെ ഒക്കെ ഒരു ഫ്ലാറ്റ് ചെറുതായിട്ട് കിട്ടുന്നത് കൊണ്ടിട്ട് ആർക്കും എന്താ പറയുക ഈ ഇത്രയും രൂപ കൊടുത്തിട്ട് HRA വെറുതെ വേസ്റ്റ് ആക്കാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ടിട്ട് എല്ലാവരും പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക കുറച്ച് ജീവിത ചിലവ് മറ്റു മെട്രോ സിറ്റിയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പം മുംബൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഒരു റെൻറ്റഡ് ആയിട്ടുള്ള ഒരു വീട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം അവിടെ നമുക്ക് കിട്ടുന്ന HRA തികയാതെ വരും പുറത്തൊക്കെ വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലാറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കൊൽക്കത്ത കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മളുടെ റെയിൽവേയുടെ ബെനിഫിറ്റ്സ്, നമുക്ക് പാസ് കിട്ടും. ഫസ്റ്റ് AC പാസ്സാണ് കിട്ടുക. അതിൽ ഒരു സെറ്റ് പാസ്സാണ് നമുക്ക് ആദ്യത്തെ 5 വർഷം കിട്ടുക. അതിനുശേഷം 5 വർഷം കഴിയുമ്പോഴത്തേക്കും 3 സെറ്റ് ഫ്രീ കിട്ടും. പിന്നെ PTO എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് 1/3 ആണ് നമുക്ക് അടച്ചാൽ മതി. ഒരു ടിക്കറ്റിന് 1/3 അടച്ചാൽ മതി. അത് 4 സെറ്റാണ് കിട്ടുക. അപ്പ് ആൻഡ് ഡൗൺ 4 സെറ്റ് കിട്ടും ആദ്യത്തെ 5 വർഷം. 5 വർഷത്തിന് ശേഷം കുറച്ച് ചേഞ്ച് ഉണ്ട്. അത് എങ്ങനെയാണെന്നും കൃത്യമായിട്ട് അറിയില്ല. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു
ബോണസ് കിട്ടും. ദീപാവലിയുടെ സമയത്താണ് ഇവിടെ ബോണസ് കിട്ടുന്നത്. അത് ഏകദേശം ഒരു 17,000 ആ അടുത്ത് കിട്ടും. പിന്നെന്ന് പറയുന്നത് എന്താ, ഇവിടെ അത്യാവശ്യം ഞങ്ങൾ ജോയിനിങ് ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും രാജസ്ഥാൻകാരാണ് ജോയിൻ ചെയ്തത്. അപ്പം രാജസ്ഥാൻകാരെന്ന് പറയുമ്പം ഇപ്പം നമ്മൾക്ക് പണ്ട് മലയാളികളാണ് കൂടുതൽ എക്സാമിന് കയറിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം കൂടുതലും രാജസ്ഥാൻകാരാണ് കയറുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു വലിയൊരു കോമ്പറ്റീഷൻ എൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇപ്പം സദേൺ റെയിൽവേയിൽ അധികം ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. അപ്പോൾ സദേൺ റെയിൽവേയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് നന്നായിട്ട് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM കഴിഞ്ഞ് നേരെ കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക, അവിടെ നിന്ന് പഠിക്കുക. അത് പഠിച്ച് ആ ഒരു സെറ്റായി എന്ന് അവർക്ക് തന്നെ തോന്നുന്ന സമയത്താണ് പിന്നീട് അവർ ജോലിയെക്കുറിച്ച് പോലും ചിന്തിക്കുള്ളൂ. അപ്പം കൂടുതൽ ആൾക്കാർ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരോടാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും മൈൻഡ് സെറ്റിൽ ഉണ്ടാവണം. പിന്നെ എന്താ, സിലബസ് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, ഒരുപാട് മോക്ക് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പം നമുക്ക് കുറേ ടൈം മാനേജ്മെൻറ്റ് അങ്ങനത്തെ, പിന്നെ നമ്മൾക്ക് ഹോട്ട് സീറ്റിലിരുന്ന് എക്സാം എഴുതുമ്പോഴത്തേക്കുള്ള കുറേയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം ഞാൻ തന്നെയാണെന്നുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം ആൻസർ കീയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൂളായിട്ട് നമ്മൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോഴും അതല്ലാതെ എക്സാം എഴുതാനിരിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു മൈൻഡ് സെറ്റ് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറേ ഇങ്ങനെ അറിയാവുന്ന ക്വസ്റ്റ്യനിലും തെറ്റിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് വരാതിരിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കണം.